എന്തുവാ സിമ്പിൾ ഇട്ടല്ലേ? അത് തെറ്റിച്ച ജിത്ത് പറയൂ അബേ. ഞാൻ പറയട്ടെ, ഉത്തരം തേങ്ങയാണ്. മാങ്ങയാ. തേനീച്ചക്കൂട്. അതൊന്നും അല്ല. എന്തുവായിരുന്നു ചോദ്യം? ചന്ദ്രൻ. ചന്ദ്രകലയാണ്. ചന്ദ്രക്കല. തേങ്ങാപ്പുളി ചന്ദ്രക്കല. അമ്മ ഇനി ചോദിക്കേ, എനിക്ക് ചോദിക്കാറിയില്ല. ചോദിച്ചു നോക്കാം മതി. ഇതിന്റെ ഒക്കെ കടങ്ങത കേട്ട് തന്നെ വട്ട് വരുന്നത്. ഇന്നിപ്പോ നമുക്ക് കടങ്കഥയൊന്നുമില്ല. ഇനി നന്ദുകൂട്ടനാണെങ്കിൽ കടങ്കഥ എല്ലാം മറന്നും പോയി. അവർക്കൊന്നും വയ്യ. പാട്ട് പാടാൻ പോലും അവർക്ക് വയ്യ. അബിയുടെ വീട്ടിൽ ചെടികളൊക്കെ ഉണ്ടോ അബി? ഇരുവരി മുല്ലപ്പൂക്കൾ. ഉത്തരം പറയാം അങ്ങോട്ട്. എന്ത് ചോദ്യം? ഇരുവരി മുല്ലപ്പൂക്കൾ എന്തോന്ന് എനിക്ക് മനസ്സിലായ ഉത്തരം. നോക്കി കാണാൻ പോയി. പല്ലല്ലേ സംഭവം. അവൻ പുസ്തകം എടുത്ത് നോക്കാൻ പോയി കേട്ടാ. കണ്ടുപിടിക്കാക്കൂല. അതിന്റെ ആൻസർ പല്ലല്ലേ? നീ പറയണ്ട, ഞാൻ പറഞ്ഞ അതിന് മുന്നേ എനിക്കറിയാം. പൂക്കളൊന്നുമില്ല, എല്ലാം പോയി. വേറൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. നന്ദുകുട്ടിക്ക് ചോദിക്കാനെന്ന് പറഞ്ഞൂടാ. എനിക്കറിയാം. ഉണ്ണാത്തമ്മയ്ക്ക് വേറോ എന്തോ അങ്ങനെ എന്തൊരു ചോദ്യമില്ലേ? അറിയാമോ? ഉണ്ണാത്തമ്മയ്ക്ക് വരുവയറ്. അബിക്ക് അറിയാമോ? അബി ഇങ്ങോട്ടോ. കവി ഹായ് ഹായ്. ഇവിടെ ഹായ് അബി. ഉണ്ണാത്തമ്മയ്ക്ക് പെരുവയറ്. അത് ഇതായിരിക്കും. വൈക്കോൽ തുറു അല്ലേ? എനിക്കറിയാം. വൈക്കോൽ തുറു. എല്ലാരും ഒന്ന് ലൈക്ക് ചെയ്തിട്ട് പോണേ. ഒരു സപ്പോർട്ട്. അമ്മ ചവറും കൂട്ടത്തിൽ മകൻ കുതിരപ്പുറത്ത്. അമ്മ ചവറും കൂട്ടത്തിൽ മകൻ കുതിരപ്പുറത്ത്. കുടയാണോ? അല്ല. അമ്മ ചവറും കൂട്ടത്തിൽ കിടക്കുന്ന ഇപ്പൊ ഏതാ? കുതിരപ്പുറത്ത്. അമ്മ ചവറും കൂട്ടില്ലെന്ന്. അത് വൈക്കോൽ തുറു. ആമി പറഞ്ഞത്. അമ്മ ചവറും കൂട്ടത്തിൽ മകൻ കുതിരപ്പുറത്ത്. കുതിരപ്പുറത്ത് എന്തുവാ? കുതിരയുടെ മേളിൽ എന്തോ വയ്ക്കും? ചോദ്യം എന്തുവാ? കൊടയാണോ? കൊട. അമ്മ ചവറും കൂട്ടത്ത് മകൻ വാഴക്കുല. ശരിയാ. വാഴയുടെ കുല മണ്ടയില്, കുതിരപ്പുറത്ത് വാഴയുടെ അമ്മ വാഴയുടെ അടി ചവറൊക്കെ. മനസ്സിലായി. നല്ല ക്വസ്റ്റ്യൻ ആയിരുന്നു കേട്ടോ. നമുക്ക് അറിഞ്ഞൂടായിരുന്നു. എല്ലാവർക്കും അറിയാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കാം ചിലപ്പോൾ. ആനയ്ക്കും നിലയില്ല, പാപ്പാനും നിലയില്ല, അമ്പാടി കണ്ണന് കഴുത്തറ്റം വെള്ളം. ആൻസർ എന്തുവാ? ആൻസർ പറയത്തില്ല. അറിയാമോ ആൻസർ? എനിക്കറിയാമോ? എനിക്കറിയാം. പറാബി. അറിയില്ലെങ്കിൽ അറിയില്ലാന്നിട്. അറിയില്ല. നോ പറയട്ടെ. താമരപ്പൂവ്. ഞാൻ വിചാരിച്ച തവളയാണ്.